സഞ്ജുവിന്റെ അച്ഛൻ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ക്ലർക്കായി ജോലി ചെയ്യുന്നു. നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിൽ റെയിൽവേ അവർക്ക് കൊൽക്കത്തയിലെ കിദർപൂർ ഭാഗത്തുള്ള BNR റെയിൽവേ കോളനിയിൽ ഒരു ക്വാർട്ടേഴ്സ് അനുവദിച്ചു. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് അവിടുത്തെ താമസക്കാർ ഒഴിഞ്ഞുപോയത്. അങ്ങനെ 2005 സഞ്ജുവിന്റെ സഹോദരി ജയ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു. അതിനായി അവൾ പലപ്പോഴും രാത്രി വൈകിയും പഠിക്കുമായിരുന്നു. ഒരു ദിവസം രാത്രി ഏകദേശം 2 മണിക്ക് സഞ്ജുവിന് വല്ലാതെ ദാഹിക്കുന്നു. അയാൾ മുറിവിട്ട് ഹാളിൽ വെച്ചിരുന്ന വെള്ളമെടുക്കാനായി പോയി. അയാൾ വാതിൽ തുറന്ന് ഹാളിലേക്ക് കടന്നപ്പോൾ ജയയുടെ മുറി തുറന്നു കിടക്കുന്നതായി ശ്രദ്ധിച്ചു. സഞ്ജു ജയയുടെ മുറിയുടെ നേർക്ക് നോക്കി അല്പം മുന്നോട്ട് നടന്നു. ഒടുവിൽ വെള്ളം വെച്ചിരുന്ന സ്ഥലത്തെത്തി. ആ വെള്ളം വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് ജയയുടെ മുറി. സഞ്ജു മുറിക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ ജയ കട്ടിലിന്റെ മുകളിൽ കയറി നിന്ന് സീലിംഗ് ഫാനിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് സഞ്ജുവിന് മനസ്സിലായില്ല. അയാൾ കുറച്ച് വെള്ളം കുടിച്ച് ജയയെ വിളിച്ചു. എന്താടി കട്ടിലിൽ കയറി നിൽക്കുന്ന? സഞ്ജുവിന്റെ ശബ്ദം കേട്ടതും ജയ മെല്ലെ കട്ടിലിൽ നിന്നിറങ്ങി. അവൾ മുറിയിൽ നിന്നും പുറത്തു വന്ന് അത് പൂട്ടി. നേരെ നടന്ന് സഞ്ജുവിന്റെ മുറി കടന്ന് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഹാളിലൂടെ കടന്നു പോകുമ്പോൾ ആരോടോ സംസാരിക്കുന്നത് പോലെ സഞ്ജുവിന് തോന്നി. ഇതൊരു വലിയ ഇരുണ്ട രഹസ്യത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഒട്ടും മടി കാണിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടാൽ കമന്റും ചെയ്യൂ. നേരെ കഥയിലേക്ക്. കഥയുടെ തുടക്കത്തിൽ തന്നെ 1991 സഞ്ജുവിന്റെ അച്ഛൻ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ ക്ലർക്കായി കൊൽക്കത്തയിലാണ് ജോലി ചെയ്തിരുന്നത്. സഞ്ജുവിന്റെ കുടുംബത്തിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ അൽക്ക, മൂത്ത സഹോദരി ജയ, സഹോദരൻ സന്തോഷ്. ഇവർ 5 പേരും നോർത്ത് കൊൽക്കത്തയിലെ ഷാലിമാർ ഭാഗത്ത് ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. കുറച്ചു കാലത്തിന് ശേഷം റെയിൽവേ അച്ഛനൊരു ക്വാർട്ടേഴ്സ് അനുവദിച്ചു. അവർ ഷാലിമാറിലെ ചെറിയ ഫ്ളാറ്റിൽ നിന്നും കിദർപൂർ പ്രദേശത്തെ പുതിയ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറി. കിദർപൂരിൽ സൗത്ത് റെയിൽവേ കോളനി, നോർത്ത് റെയിൽവേ കോളനി എന്നിങ്ങനെ 2 റെയിൽവേ കോളനികൾ ഉണ്ടായിരുന്നു. നോർത്ത് കോളനിയിൽ ക്ലാസ് A ഓഫീസർമാരും സൗത്ത് കോളനിയിൽ ക്ലാസ് B, C, D ജീവനക്കാരുമാണ് താമസിച്ചിരുന്നത്. സഞ്ജുവിന്റെ അച്ഛന് സൗത്ത് സെക്ഷനിലാണ് ക്വാർട്ടേഴ്സ് ലഭിച്ചത്. അവർക്ക് മുൻപേ ഇവിടെ താമസിച്ചിരുന്നവർ 3 ആഴ്ച മുൻപ് മാത്രമാണ് ഒഴിഞ്ഞുപോയത്. ചെറിയ ഷാലിമാർ ഫ്ളാറ്റിൽ നിന്നും വലിപ്പമുള്ള 2 BHK അപ്പാർട്ട്മെന്റിലേക്ക് മാറിയപ്പോൾ സഞ്ജുവിന്റെ കുടുംബം വളരെയധികം സന്തോഷിച്ചു. പക്ഷെ അവിടെ അവരെ കാത്തിരുന്നത് ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെ താമസിച്ച 1.5 മാസത്തോളം കാര്യങ്ങളെല്ലാം നന്നായി പോയി. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. പതിയെ സഞ്ജുവിന്റെ അമ്മ അയൽക്കാരുമായി സൗഹൃദം സ്ഥാപിക്കാൻ തുടങ്ങി. പക്ഷെ അവരുടെ അയൽക്കാർ ആരും തന്നെ വീടിനകത്തേക്ക് വരാറില്ലായിരുന്നു. സഞ്ജു ഇങ്ങനെയാണ് പറഞ്ഞത്: അയൽപക്കത്ത് എന്തെങ്കിലും ചടങ്ങുകളോ പാർട്ടികളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, പക്ഷെ ആരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ല. ഈ കാര്യങ്ങൾ ആരും ഗൗരവമായി എടുത്തതുമില്ല. ഒരു ദിവസം സഞ്ജുവിന്റെ അമ്മ അയൽക്കാരിയായ ഒരു സ്ത്രീയുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നുകയോ ആരെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയോ ചെയ്തിട്ടുണ്ടോ? സഞ്ജുവിന്റെ അമ്മ പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്താണ് നീ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിച്ചവർ ഒരാഴ്ചയ്ക്കുള്ളിൽ പോയതാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇത് പറഞ്ഞ ആ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് പോയി. ഇത് കേട്ട സഞ്ജുവിന്റെ അമ്മയ്ക്ക് ആ സ്ത്രീ എന്തോ തങ്ങളിൽ നിന്നും മറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. അമ്മ ഉടൻ പോയി സഞ്ജുവിന്റെ അച്ഛനോട്, അതായത് രാകേഷിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ ഇതെല്ലാം വെറും കിംവദന്തികളാണെന്നും നല്ലൊരു അപ്പാർട്ട്മെന്റ് കിട്ടിയാൽ അസൂയയുള്ളവർ പറയുന്നതാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു. സഞ്ജുവിന്റെ അമ്മയ്ക്കാണെങ്കിൽ ഭൂതങ്ങളിലും മന്ത്രവാദത്തിലും വലിയ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഇതിനെയെല്ലാം വെറും കിംവദന്തികളായി കണ്ടു. എന്നാൽ കാലം കടന്നു പോകുന്തോറും സഞ്ജുവിന്റെ വീട്ടിലെ അന്തരീക്ഷം മാറാൻ തുടങ്ങി. ദിവസവും വഴക്കുകളുണ്ടായി. കുടുംബത്തിലെ 2-3 പേർക്ക് പലതരം അസുഖങ്ങൾ വരാൻ തുടങ്ങി. അച്ഛന് വലിയ കടബാധ്യതയും ഉണ്ടായി. ഇതെല്ലാം അടുത്ത 2 വർഷത്തോളം തുടർന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് മറ്റൊരു കോണിൽ നിന്നും ചിന്തിക്കാൻ വീട്ടിലാരും ശ്രമിച്ചില്ല. എല്ലാവരും ഇതെല്ലാം വിധിയാണെന്ന് കരുതി. എന്നാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് സഞ്ജുവിന്റെ മൂത്ത സഹോദരൻ സന്തോഷ് തന്റെ മുറിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഏകദേശം 2:30 കാണും. സന്തോഷ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിലെ വിശ്രമ മുറിയിലേക്ക് നടന്നു പോകുമ്പോൾ അയാൾ മുറ്റത്തൊരു മുറിയിലെ കട്ടിൽ ശ്രദ്ധിച്ചു. സന്തോഷ് കണ്ടത് ഒരു മനുഷ്യൻ ആ കട്ടിലിന്റെ മുകളിൽ നിൽക്കുന്നതാണ്. എന്നാൽ ഭയപ്പെടുത്തിയ കാര്യം, അയാളുടെ ശരീരത്തിന്റെ പകുതി ഭാഗം
കട്ടിലിന്റെ ഉള്ളിലായിരുന്നു. നെഞ്ചിന്റെ മുകൾ ഭാഗം മാത്രമേ പുറത്ത് കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടതും സന്തോഷിന്റെ ദേഹം തണുത്തുറഞ്ഞു. ഉറക്കെ നിലവിളിച്ച് സന്തോഷ് വീട്ടിൽ നിന്നും പുറത്തേക്കോടി. 2 മണിക്കൂർ കഴിഞ്ഞ് സഞ്ജുവും അച്ഛനും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സന്തോഷ് വീടിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നത് കണ്ടു. എന്തുപറ്റി? എന്തിനെങ്ങനെ പുറത്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. എന്നാൽ സന്തോഷിന് തമാശ പറയുന്ന സ്വഭാവമുള്ളതിനാൽ അച്ഛനിത് തമാശയായി കണ്ട് നിസ്സാരമായി വിട്ടു. ക്വാർട്ടേഴ്സ് ലഭിക്കാൻ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഇതെല്ലാം ഗൗരവമായി എടുത്താൽ വീട് മാറേണ്ടി വരുമെന്ന് അച്ഛന്റെ മനസ്സ് പറയുന്നുണ്ടായിരിക്കും. ഇതുകൊണ്ട് തന്നെ രാകേഷിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനയാൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. സന്തോഷിന്റെ സംഭവത്തിന് 5 ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ സഞ്ജുവിന്റെ അമ്മ കുളിക്കാനായി ബാത്റൂമിൽ പോയി. അവർ ടാപ്പ് തുറന്ന് ബക്കറ്റിൽ വെള്ളം നിറച്ചു. അമ്മ ഒരു മഗ്ഗെടുത്ത് ബക്കറ്റിലെ വെള്ളം കോരാൻ പോയപ്പോൾ ബക്കറ്റിലെ വെള്ളത്തിൽ ഒരു മനുഷ്യൻ ബാത്റൂമിന്റെ സീലിംഗിൽ തല കീഴായി കിടക്കുന്നതിന്റെ പ്രതിഫലനം കണ്ടു. ആ മുഖം വളരെ ഭയാനകമായിരുന്നു. സഞ്ജുവിന്റെ അമ്മ നിലവിളിച്ചുകൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് ഓടി. അന്ന് വൈകുന്നേരം അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ എല്ലാം പറഞ്ഞു. ഭാര്യയുടെ ദുരാനുഭവം കേട്ട് അച്ഛനും അല്പം ഭയന്നു. സന്തോഷിനും ഇപ്പൊ ഭാര്യയ്ക്കും ഇത് യാദൃശ്ചികമാകാൻ സാധ്യതയില്ല. സഞ്ജുവിന്റെ അച്ഛൻ ചില ബന്ധുക്കളെ വിളിച്ച് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ബന്ധു അദ്ദേഹത്തോട് ഒരു മന്ത്രവാദിയെക്കുറിച്ച് പറഞ്ഞു. കൊൽക്കത്തയിൽ നിന്നും 30-40 കിലോമീറ്റർ അകലെ ദാഗോവാനി എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. രാജേഷ് ആ മന്ത്രവാദിയെ ബന്ധപ്പെട്ടു. അദ്ദേഹം വീട്ടിലെത്തി പരിശോധന നടത്തി. അകത്ത് പ്രവേശിച്ച ശേഷം ഒരു പുരുഷന്റെ ആത്മാവ് അവിടെ വസിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ആത്മാവ് കുടുംബത്തിലെ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൂണൂൽ ധരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്ക് ആ ആത്മാവിന് വരാൻ കഴിയുന്നില്ല. സഞ്ജുവിന്റെ സഹോദരി ജയ മിക്കപ്പോഴും മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നതിനാൽ വീട്ടിൽ നടക്കുന്നതിനെക്കുറിച്ച് അവൾക്കറിയില്ലായിരുന്നു. ഇതെല്ലാം കേട്ട് രാജേഷ് പൂർണ്ണമായും ഭയന്നു. ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ അദ്ദേഹം ആ മന്ത്രവാദിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം സഞ്ജുവിന്റെ അമ്മയ്ക്ക് ഒരു ഏലസ് നൽകി. ഇതെപ്പോഴും കഴുത്തിൽ ധരിക്കണം. ഒരു കാരണവശാലും വീട്ടിൽ വസ്ത്രമില്ലാതെ നടക്കരുത് അദ്ദേഹം നിർദ്ദേശിച്ചു. കൂടാതെ സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിച്ചു. ഈ വീട്ടിൽ നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. മന്ത്രവാദി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തുപോയി. അടുത്ത 2-3 ദിവസത്തേക്ക് കാര്യങ്ങളെല്ലാം സാധാരണ പോലെ തുടർന്നു. അതിനുശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് സഞ്ജുവിന്റെ അച്ഛന് ഒഴിവ് ദിവസമായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം അദ്ദേഹം വീട്ടിൽ കിടക്കുകയാണ്. ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അതേ മനുഷ്യന്റെ ആത്മാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മനുഷ്യൻ സഞ്ജുവിന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി. ആ സ്ത്രീയിൽ നിന്നും, അതായത് സഞ്ജുവിന്റെ അമ്മയിൽ നിന്നും അകന്നു നിൽക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വലിയ ദോഷം ചെയ്യും. ഈ വാക്കുകൾ കേട്ടതും സഞ്ജുവിന്റെ അച്ഛൻ ഞെട്ടിയുണർന്നു. അയാൾ ഭയന്നു പോയിരുന്നു. അടുത്ത ദിവസം അദ്ദേഹം മറ്റൊരു പൂജാരിയെ വിളിച്ച് വീട്ടിലൊരു ഹോമം നടത്തി. അതിനുശേഷം ആ ആത്മാവ് കുടുംബത്തിലെ ആർക്കു മുന്നിലും പ്രത്യക്ഷപ്പെടുന്നത് നിർത്തി. ബുദ്ധിമുട്ടുകൾ എന്നേക്കുമായി അവസാനിച്ചെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ അച്ഛന്റെ ആരോഗ്യ പ്രശ്നങ്ങളും കടബാധ്യതയും താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലാതായതിനാൽ ഈ പ്രശ്നങ്ങളെല്ലാം തങ്ങളുടെ വിധിയാണെന്ന് അവർ കരുതി. സമയം അങ്ങനെ കടന്നുപോയി. ഒടുവിൽ 2005-ലെത്തി. സഞ്ജു പറയുന്നത് ഇങ്ങനെയാണ്: ഈ സമയത്ത് എന്റെയും എന്റെ മൂത്ത സഹോദരന്റെയും കല്യാണം കഴിഞ്ഞിരുന്നു. സഞ്ജുവിന്റെ വിവാഹം മൂത്ത സഹോദരന്റെ മുമ്പായിരുന്നു. മൂത്ത സഹോദരന് കുട്ടിയുണ്ടാവുന്നതിന് മുന്നേ സഞ്ജുവിനൊരു മകനുണ്ടായി. ഇതിന്റെ പേരിൽ മൂത്ത സഹോദരൻ സഞ്ജുവിനോട് അസൂയുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു. ദിവസവും വഴക്കുണ്ടായി. ഒടുവിൽ മൂത്ത സഹോദരൻ വിവാഹം കഴിച്ചപ്പോൾ സ്വന്തം വീട് ഉപേക്ഷിച്ച് ഭാര്യയുടെ വീട്ടിലേക്ക് താമസം തുടങ്ങി. എന്നാൽ സഞ്ജുവിന്റെ സഹോദരി വിവാഹം കഴിച്ചിരുന്നില്ല. ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു അവൾ. അത് പാസ്സാകുന്നതുവരെ മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് സഞ്ജുവിന്റെ മാതാപിതാക്കൾ, സഹോദരി ജയ, സഞ്ജുവിന്റെ ഭാര്യ, മകൻ എന്നിവരാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സംഭവം ഓർക്കുക. ഒരു രാത്രി 2 മണിക്ക് സഞ്ജുവിന് ദാഹിച്ചപ്പോൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി ഹാളിലേക്ക് നടന്നു. കട്ടിലിൽ നിന്നും സീലിംഗ് ഫാനിലേക്ക് നോക്കി നിൽക്കുന്ന സഹോദരിയെ അയാൾ കണ്ടു. സഞ്ജു വിളിച്ചപ്പോൾ അവൾ മുറി പൂട്ടി സഞ്ജുവിനെ കടന്ന് വീടിന്റെ പുറത്തേക്ക് പോയി. സഹോദരിയുടെ പെരുമാറ്റത്തിൽ സഞ്ജുവിന് അത്ഭുതം തോന്നി. ഈ സമയത്ത് അവൾ എവിടെയാണ് പോകുന്നതെന്നറിയാൻ സഞ്ജു അവളെ പിന്തുടർന്നു. സഞ്ജു പുറത്തു ചെന്നപ്പോൾ വീടിന് പുറത്തൊരു പുളിമരത്തിന്റെ ചുവട്ടിൽ അവൾ ആരോടോ സംസാരിച്ചിരിക്കുന്നത് കണ്ടു. സഞ്ജു പറഞ്ഞു, ഡി ഡി ഇവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നേ എന്ന് വിളിച്ചു ചോദിച്ചു. സഹോദരി ശൂന്യമായൊരു ഭാവത്തോടെ സഞ്ജുവിനെ നോക്കി. സഞ്ജു ഓടിച്ചെന്ന് അവളെ വാരിയെടുത്ത് മുറിയിൽ തിരികെ എത്തിച്ചു. എന്നിട്ട് സഞ്ജു തന്റെ റൂമിൽ പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ സഞ്ജു ഉണർന്നു. നേരെ പോയി സഹോദരിയോട്, എന്തുപറ്റി, നീ എവിടെയാണ് പോയത്?
അപ്പോൾ സഹോദരി പറഞ്ഞ മറുപടി കേട്ട് സഞ്ജുവിന്റെ ശരീരം വിറച്ചുപോയി. കഴിഞ്ഞ രാത്രി നിങ്ങളല്ലേ എന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് വിളിച്ചത്? എന്നിട്ട് ഹാളിൽ വന്നപ്പോൾ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയില്ലേ? 4-5 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബം അനുഭവിച്ച ഭയം സഞ്ജുവിന്റെ മനസ്സിൽ നിറഞ്ഞു. സഞ്ജു ഇതേക്കുറിച്ച് മാതാപിതാക്കളുമായി സംസാരിച്ചു. അവർ ജയയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൾക്ക് ഉറക്കത്തിൽ നടക്കുന്ന അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഇത് പറയുമ്പോൾ ജയ ഭീകരമായ ഒരു ചിരിയോടെ സഞ്ജുവിനെ നോക്കി. ഡോക്ടർ ചില മരുന്നുകൾ നൽകി. അവർ ജയയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ സംഭവത്തിന്റെ 3-ാം ദിവസം സഞ്ജുവിന്റെ ഭാര്യ അടുക്കളയിൽ പാചകം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഹാളിൽ നിന്നും സഞ്ജു വിളിച്ചു പറഞ്ഞു, വേഗം ഭക്ഷണം കൊണ്ടുവാ, എനിക്ക് തിരക്കുണ്ട്. സഞ്ജുവിന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ കൊണ്ടുവരാം. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം ഭാര്യ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തന്റെ ഭർത്താവ് ഇന്നലെ ഉച്ചയ്ക്ക് ടൗണിലേക്ക് പോയതാണ്. അദ്ദേഹം ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഇത് മനസ്സിലാക്കിയതും സഞ്ജുവിന്റെ ഭാര്യ ഹാളിലേക്ക് തിരിഞ്ഞു നോക്കി. അടുക്കളവാതിൽക്കൽ അതേ പിശാച് നിൽക്കുന്നത് അവൾ കണ്ടു. അത് ഭാര്യയെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവിന്റെ മകൻ ബെഡ്റൂമിൽ കിടക്കുകയാണ്. ആ ആത്മാവിനെ കണ്ടതും സഞ്ജുവിന്റെ ഭാര്യ വിറച്ചുപോയി. അവൾ ഉടനെ മകന്റെ മുറിയിലേക്ക് ഓടി. അടുത്ത ദിവസം സഞ്ജു വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യ കാര്യങ്ങൾ വിശദീകരിച്ചു. ഞാനും മകനും ഇവിടെ സുരക്ഷിതരല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ ഞാൻ അവനെയും കൊണ്ട് എന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ സഞ്ജുവിന്റെ ഭാര്യ മകനുമായി പോയി. സഞ്ജു ശരിക്കും ഭയന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാൻ പല ആളുകളെയും കണ്ടു. പലരോടും സംസാരിച്ചു. അടുത്ത 1-2 വർഷത്തിന്റെ ഉള്ളിൽ ഈ ഒരു കാര്യത്തിനു വേണ്ടി സഞ്ജുവിന്റെ കുടുംബം 3-4 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. അവരെല്ലാം തട്ടിപ്പുകാരായിരുന്നുവെന്നും ആർക്കും തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറയുന്നു. ഈ വർഷങ്ങൾക്കിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. സഞ്ജുവിന്റെ ഭാര്യ മകനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ സ്വന്തം വീട്ടുകാരോടൊപ്പം താമസിച്ചിരുന്ന സഞ്ജുവിന്റെ സഹോദരൻ വീണ്ടും കുടുംബവുമായി ബന്ധപ്പെടാൻ തുടങ്ങി. പഴയതുപോലെ സാധാരണമായ ബന്ധമല്ലെങ്കിലും അവർ ഇടയ്ക്ക് സംസാരിക്കുമായിരുന്നു. ഇതേക്കുറിച്ചറിഞ്ഞപ്പോൾ സഹോദരൻ സഞ്ജുവിനെ വിളിച്ചു. എന്റെ അമ്മായിയച്ഛനും ഇത്തരം മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അതിനാൽ നിങ്ങളിത് അദ്ദേഹത്തെ കൊണ്ട് പരിശോധിപ്പിക്കണം. അവനെ വിശ്വസിച്ച് സഞ്ജു അതിന് സമ്മതിച്ചു. എന്നാൽ മൂത്ത സഹോദരൻ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് സഞ്ജു അറിഞ്ഞില്ല. കഴിഞ്ഞ രാത്രി ഞാൻ അമ്മായിയച്ഛനോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ ആത്മാവിനെ തുരത്താനുള്ള പൂജകൾ അദ്ദേഹം ചെയ്യുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ആ ആത്മാവ് നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കുമെന്ന് ഞങ്ങൾക്കെല്ലാം കാണാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന വാക്കുകളിലൂടെ മൂത്ത സഹോദരൻ അവനിൽ നിന്നും ഒരുപാട് പണം തട്ടിയെടുത്തു. ഒടുവിൽ വഞ്ചിക്കപ്പെട്ടതായി തോന്നിയപ്പോൾ സഞ്ജു എതിർത്തു പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് പൂജകൾ വേണ്ട. അപ്പോൾ സഞ്ജുവിന്റെ മൂത്ത സഹോദരൻ മാനസികമായി തകർന്നു. ആ ആത്മാവ് ജയയ്ക്കും ഭാര്യയ്ക്കും എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്ന് അയാൾ സഞ്ജുവിനെ വിളിച്ചു. അസഭ്യമായ ഭാഷ ഉപയോഗിച്ചതിനാൽ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ സഞ്ജു മൂത്ത സഹോദരനുമായി സംസാരിക്കുന്നത് നിർത്തി. ഈ സമയത്താണ് സഞ്ജുവിന് അമരീഷ് എന്നൊരു പുതിയ സുഹൃത്തിനെ ലഭിച്ചത്. സഞ്ജു അമരീഷിനോടെല്ലാം തുറന്നു പറഞ്ഞു. വീട്ടിൽ ഞങ്ങൾക്ക് ഇതാണ് നേരിടേണ്ടി വരുന്നത്. ഇത് പരിഹരിക്കാൻ കഴിയുന്ന ആരെങ്കിലും നിനക്കറിയാമോ? അമരീഷ് പിന്നീട് ഒരു താന്ത്രികനെ അറിയുന്ന ഒരു ബന്ധുവായി സംസാരിച്ചു. ഒസായിലെ ഒരു നഗരമായ ബഹ്റാംപൂരിൽ നിന്നുള്ള ആളായിരുന്നു ആ തന്ത്രി. അമരീഷിന്റെ ബന്ധു വഴി സഞ്ജു തന്ത്രിയുമായി ബന്ധപ്പെട്ടു. തന്ത്രി സഞ്ജുവിന്റെ വീട്ടിൽ വരാൻ സമ്മതിച്ചു. തന്ത്രി തന്റെ ആചാരങ്ങൾ നടത്തി. സന്ധ്യാനേരത്ത് 6 തലയേറുത്ത ആത്മാക്കളെയും കൂട്ടി ഒരു ആത്മാവ് വീട്ടിൽ പ്രവേശിക്കുന്നുവെന്ന് സഞ്ജുവിനോട് പറഞ്ഞു. ഇത് കേട്ടതും സഞ്ജുവിന്റെ കുടുംബം വിറച്ചുപോയി. അടുത്ത 2 രാത്രികളിൽ തന്ത്രി സഞ്ജുവിന്റെ വീട്ടിൽ ആചാരങ്ങൾ നടത്തി. തുടർന്ന് 2 ഗ്ലാസ് കുപ്പികളിൽ മുറിച്ച നാരങ്ങ, രക്തം, ആടിന്റെ എല്ല്, അദ്ദേഹം കൊണ്ടുവന്ന മറ്റു ചില വിചിത്ര വസ്തുക്കൾ എന്നിവ അദ്ദേഹം അതിൽ വെച്ചു. തുടർന്ന് കുപ്പികൾ ഒരു ചുവന്ന തുണി കൊണ്ട് കെട്ടി സഞ്ജുവിന് കൈമാറി. ഇത് ഉപേക്ഷിക്കേണ്ട സ്ഥലവും അദ്ദേഹം സഞ്ജുവിനെ നിർദ്ദേശിച്ചു. ഇത് കുഴിച്ചിട്ടില്ലെങ്കിൽ അഥവാ കുപ്പി അറിയാതെ താഴെ വീണ് പൊട്ടിപ്പോയാൽ കുടുംബത്തിലെല്ലാവരും മരിച്ചു പോകുമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ആ തന്ത്രി എല്ലാ ആത്മാക്കളെയും ആ 2 കുപ്പികളിൽ ബന്ധിച്ചിരുന്നു. സഞ്ജുവിന് ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. സഞ്ജു കുപ്പികൾ ഉപേക്ഷിക്കാൻ പോയ രാത്രി തന്ത്രി സഞ്ജുവിന്റെ അച്ഛനോട് പറഞ്ഞു, അവൻ തിരിച്ചു വരുന്നതുവരെ ഹനുമാൻ ചാലിസ ചൊല്ലുക. കാരണം കുപ്പികൾ ഉപേക്ഷിക്കാൻ പോകുമ്പോൾ ആത്മാക്കൾ സഞ്ജുവിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. സഞ്ജുവിന്റെ കുടുംബം അതുപോലെ ചെയ്തു. രാത്രി 11 മണിക്ക് സഞ്ജു തനിച്ചാണ് കുപ്പികൾ ഉപേക്ഷിക്കേണ്ട സ്ഥലത്തേക്ക് പോയത്. ആ ആചാരത്തിന് ശേഷം വീട്ടിലെ അന്തരീക്ഷം അല്പം മെച്ചപ്പെട്ടുവെന്ന് സഞ്ജു പറയുന്നു. തന്ത്രി ഈ ചടങ്ങ് നടത്തിയ ശേഷം ഏതാനും മാസത്തേക്ക് വീട്ടിൽ സമാധാനം നിലനിന്നു. അതേസമയം സഞ്ജുവിന്റെ അച്ഛൻ വീട് മാറാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ചില തടസ്സങ്ങൾ കാരണം അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് സഞ്ജുവിന്റെ ഭാര്യയുടെ അമ്മ വീട്ടിൽ വരാൻ തുടങ്ങി. മകളുടെ കാര്യത്തിൽ ആശങ്കയുള്ളതിനാൽ
ആ ആത്മാവ് വീണ്ടും അവളെ ആക്രമിക്കുമോ എന്ന ഭയന്ന് അവർ ഓരോ 2 മാസത്തിലും 3-4 ദിവസത്തേക്ക് അവരുടെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം അവരുടെ സന്ദർശനം തുടർന്നു. അതിനുശേഷം ഒരു ദിവസം സഞ്ജുവിന്റെ അമ്മായിയമ്മ മരിച്ചു എന്ന വാർത്ത ഞങ്ങൾക്ക് ലഭിച്ചു. അവർ വീട്ടിലെന്തോ ജോലി ചെയ്യുമ്പോൾ ബോധം കെട്ട് വീണു. പിന്നീട് ഉണർന്നില്ല. ഇതൊരു യാദർച്ഛികതയാണെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ എന്റെ അമ്മായിയമ്മ വളരെ ആരോഗ്യവതിയും സജീവവുമായിരുന്നു. ഇതൊരു സാധാരണ മരണമാണെന്ന് ഞാൻ കരുതുന്നില്ല, സഞ്ജു പറയുന്നു. അമ്മായിയമ്മയുടെ മരണശേഷം സഞ്ജുവിന്റെ ഭാര്യ കൂടുതൽ വിഷാദത്തിലായി. വീട് വിട്ടുപോകാൻ അവൾ സഞ്ജുവിനെ നിർബന്ധിക്കാൻ തുടങ്ങി. ഇവിടെ ഒന്നും ശരിയാകുന്നില്ല. എന്തിനാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത്? ഒടുവിൽ 2012 അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറി. എല്ലാവരും കരുതി, ശരി, നമ്മൾ പുതിയ വീട്ടിലാണ്, കാര്യങ്ങൾ സാധാരണ നിലയിലാകും. പക്ഷെ ഇവിടെ വേറെന്തോ പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സഞ്ജുവും കുടുംബവും താമസം മാറി പുതിയ വീട് സൗത്ത് കൊൽക്കത്തയിലെ ബെഹാല പ്രദേശത്തായിരുന്നു. അവർ അവിടെ എത്തി 3 ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് പുലർച്ചെ 2:30 ഒരു അലർച്ച കേട്ടു. ആരോ മുറിയുടെ കോണിൽ നിന്നും തങ്ങളെ തുറച്ചു നോക്കുന്നത് പോലെ അവർക്ക് തോന്നി. ആ അലർച്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവരുടെ വീട്ടുടമസ്ഥ വന്ന് വാതിലിൽ മുട്ടി. അവർ സഞ്ജുവിനെയും ഭാര്യയെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വീട്ടുടമസ്ഥ സഞ്ജുവിനോടും കുടുംബത്തോടും സംഭവിച്ച കാര്യങ്ങളെല്ലാം വിവരിച്ചു. നിങ്ങൾക്കിതെല്ലാം സംഭവിച്ചിട്ടുണ്ടോ? ഈ ആത്മാവ് നിങ്ങളെ വേട്ടയാടുകയാണോ? നിങ്ങളുടെ പഴയ വീട്ടിൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പക്ഷേ ഞങ്ങൾ ഈ സ്ത്രീയോടൊന്നും പറഞ്ഞില്ല. അവരിതെല്ലാം എങ്ങനെ അറിഞ്ഞുവെന്ന് ഞങ്ങൾക്ക് അത്ഭുതം തോന്നി, സഞ്ജു പറയുന്നു. അപ്പോൾ അവരുടെ വീട്ടുടമസ്ഥ വെളിപ്പെടുത്തി, ഈ ആത്മാക്കളെ കേൾക്കാനുള്ള കഴിവ് തനിക്ക് പ്രത്യേകമായിട്ടുണ്ടെന്ന്. അവർ സഞ്ജുവിന്റെ ഭാര്യയ്ക്ക് ചില ഏലസുകൾ നൽകി. അറിയാതെ പോലും പഴയ വീടിന്റെ അടുത്തേക്ക് പോകരുതെന്നും അല്ലാത്ത പക്ഷം ആ ആത്മാവ് വീണ്ടും അവരെ പിന്തുടരുമെന്നും പറഞ്ഞു. പക്ഷെ ഈ വീട്ടിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന് അകത്തേക്ക് വരാൻ കഴിയില്ല. വീട്ടുടമസ്ഥ ഇത് പറഞ്ഞുവിടാൻ അവരുടെ മുഖം വലിഞ്ഞു മുറുകി. അവർക്ക് വളരെ അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി തോന്നി. ഉടൻ തന്നെ സഞ്ജുവിനെയും ഭാര്യയെയും വീടിന്റെ ടെറസിലുള്ള പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. പൂജാമുറിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ ആത്മാവ് ഇപ്പോഴും അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവർ വിശദീകരിച്ചു. എന്ത് സംഭവിച്ചാലും അടുത്ത 1 വർഷത്തേക്ക് പഴയ റെയിൽവേ ക്വാർട്ടേഴ്സിലേക്കുള്ള നേർക്ക് പോകരുത്. ഇത് പറഞ്ഞതിനു ശേഷം ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. വീട്ടുടമസ്ഥ ഉടൻ സഞ്ജുവിനോട് താഴെ പോയി എല്ലാ ഗേറ്റുകളും അടയ്ക്കാൻ പറഞ്ഞു. ആ ആത്മാവ് വീടിനടുത്ത് എത്തിയിരിക്കാം. ഇത് കേട്ടതും സഞ്ജു ഭാര്യയെയും കൂട്ടി താഴെ പോയി എല്ലാ വാതിലുകളും പൂട്ടി. ഈ സംഭവത്തിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുടമസ്ഥ മരിച്ചുവെന്ന് സഞ്ജു പറയുന്നു. ഡെങ്കിപ്പനി ബാധിച്ചാണ് അവർ മരിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ മറ്റൊരാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സഞ്ജുവിന് ഉറപ്പായിരുന്നു. എന്നിരുന്നാലും അവരുടെ മരണശേഷം ആ ആത്മാവ് അവരെ വീണ്ടും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സഞ്ജു ഇപ്പോൾ കൊൽക്കത്തയിലെ ഒരു നല്ല പ്രദേശത്തൊരു ഫ്ളാറ്റ് വാങ്ങി കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. സഞ്ജുവും ഭാര്യയും സുരക്ഷിതരായിരിക്കാൻ വേണ്ടി അവരുടെ വീട്ടുടമസ്ഥ ആ ആത്മാവിനെ സ്വയം ഉൾക്കൊള്ളാൻ അനുവദിച്ചുവെന്നാണ് സഞ്ജു വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ കഥ പൂർണ്ണമായും കേട്ടല്ലോ. ഇതിനു പിന്നിലെ ഹൃദയഭേദകമായ ഒരു പിന്നാമ്പുറ കഥ കൂടിയുണ്ട്. അത് നിങ്ങളുടെ രക്തം ഉറഞ്ഞുകൂടാൻ കാരണമായേക്കാം. സഞ്ജു പറയുന്നത്, തന്റെ റെയിൽവേ കോളനി ക്വാർട്ടേഴ്സിൽ 15 വർഷമായി ഒരു കുടുംബം താമസിച്ചിരുന്നു. ഭർത്താവ്, ഭാര്യ, 20 വയസ്സുള്ള മകൾ എന്നിങ്ങനെ 3 പേരായിരുന്നു ആ കുടുംബത്തിൽ. അവർ ആരോടും സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യാതെ ഒതുങ്ങിക്കൂടി ജീവിച്ചു. ഈ കുടുംബത്തിലെ ഭർത്താവായിരുന്നു ശാന്താറാം പാണ്ഡെ. അദ്ദേഹത്തിന്റെ സ്വഭാവം കുടുംബത്തിലെ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. അദ്ദേഹം എല്ലാവരുമായി സൗഹൃദത്തിലായിരുന്നു. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശാന്താറാമിന് മദ്യപാന ആസക്തിയും മോശം സ്വഭാവവും ഉണ്ടായിരുന്നു. മറ്റു പല സ്ത്രീകളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം ഭാര്യയും മക്കളും ഈ കാര്യങ്ങൾ അറിഞ്ഞു. അന്ന് വലിയ വഴക്കുണ്ടായെന്നും ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരുപാട് വാക്കേറ്റങ്ങൾ നടന്നുവെന്നും അയൽക്കാർ പറയുന്നു. അടുത്ത ദിവസം മുതൽ ശാന്താറാം ജോലിക്ക് പോകാതെയായി. 1 മാസം ഇങ്ങനെ കടന്നുപോയി. അയൽക്കാർക്ക് സംശയം തോന്നി. ശാന്താറാം ഈ ദിവസങ്ങളിൽ ജോലിക്ക് പോകുന്നില്ലെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും ശ്രദ്ധിച്ചു. ചില റെയിൽവേ ഉദ്യോഗസ്ഥർ ശാന്താറാമിന്റെ വീട്ടിൽ പോയി അന്വേഷണം നടത്തി. വിശദമായ അന്വേഷണത്തിൽ ശാന്താറാമിന്റെ ഭാര്യയും മകളും ചേർന്ന് അയാളെ കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തി. കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ മൃതദേഹം തറയിലെ കട്ടിലിന്റെ അടിയിൽ കുഴിച്ചിട്ടു. ആ ഡെഡ് ബോഡിയിലെ ശരീരഭാഗങ്ങൾ അവർ മന്ത്രവാദ കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചു. ഈ വിവരം പുറത്തു വന്നപ്പോൾ ആളുകൾ പോലീസിനെ വിളിച്ചു. പോലീസ് അവരോട് വീടൊഴിയാൻ നിർബന്ധിച്ചു. അവർ പോകുമ്പോൾ വീട്ടിൽ ആരെങ്കിലും താമസിക്കാമെന്നാൽ അവരുടെ ശവം മാത്രമേ പുറത്തു വരികയുള്ളൂ എന്ന് അയൽക്കാരോടും പറഞ്ഞു. ഇത് പറഞ്ഞ് അവർ പോയി. പോലീസ് അവരെ കൊണ്ടുപോയി. അടുത്ത 6 മാസത്തേക്ക് ക്വാർട്ടേഴ്സ് ഒടിഞ്ഞു കിടന്നു. അതിനുശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു റെയിൽവേ ജീവനക്കാരൻ അവിടെ വീണ്ടും താമസം തുടങ്ങി. അയാൾ 1 ആഴ്ച മാത്രമാണ് അവിടെ താമസിച്ചത്. അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ 1 ആഴ്ചയ്ക്ക് ശേഷം അയാൾ അപ്പാർട്ട്മെന്റ് ഒഴിഞ്ഞു. അതിനുശേഷമാണ് സഞ്ജുവും കുടുംബവും അങ്ങോട്ട് മാറിയത്. ബാക്കി കഥ നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്?
ഒരാളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന സംഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയല്ല ആർക്കും വരാതിരിക്കട്ടെ. സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു കഥയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം, സത്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും വിശ്വസിക്കാം. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.